ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ പോർസിൻ്റെ ഒരു ഹോം റെമഡി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിനി പാക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് മുട്ടേൻ്റെ വെള്ളയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം കേട്ടോ. അതിനുശേഷം ഓട്സ് വേണം, അത് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഓട്സ് നമ്മളെ ഫേസിൽ പിടിക്കില്ലെങ്കിൽ നമുക്ക് കടലമാവ് എടുക്കുക. പിന്നെ ലെമൺ ജ്യൂസാണ് വേണ്ടത്, ഒരു 3-4 ഡ്രോപ്സ് എടുക്കുക കേട്ടോ. അത് അലർജി ആണെങ്കിൽ പൊട്ടാറ്റോ ജ്യൂസ് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. നമുക്ക് മുട്ട വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മളെ ഫേസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് സ്കിന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളെ ഓപ്പൺ പോർസ് ഒക്കെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓട്സ് ആണെങ്കിൽ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലെമൺ ജ്യൂസ് ആണെങ്കിൽ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നമ്മളെ ഫേസിൽ ആദ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ഒരു സൈഡും ഇവിടെയും പിന്നെ ഈ ഫോർഹെഡിലാണ് എനിക്ക് ഓപ്പൺ പോർസ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ പാഡ് വേണം. അപ്പോൾ ഞാൻ ഇതാ കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് റിമൂവിങ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്നും ഇവിടെ നല്ലപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നോക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പാക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ലപോലെ എന്താ ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഐസ് സ്ട്രോർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലൂടെ. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യണം കേട്ടോ. അപ്പോൾ റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.